ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ മിടുക്കിയാണെന്നൊക്കെ എനിക്കറിയാം. ആ മിടുക്ക് നീ കാണിക്കേണ്ടത് എന്നെ സഹായിച്ച, അല്ലാതെ ആ മിടുക്കിന്റെ പുറത്ത് എന്നെ അങ്ങ് തേച്ചൊട്ടിക്കാവുന്ന നീ കരുതുന്നെങ്കിൽ അത് ദേ ഈ ഇരിക്കുന്ന ഫോട്ടോയിലിടാൻ ഒരു മാല വാങ്ങിച്ചു വെച്ചതിന് ശേഷമായിരിക്കണം. താൻ കെട്ടാനൊന്നും ഉദ്ദേശിക്കുന്നില്ലേ? തനിക്കും അത്യാവശ്യം കല്യാണപ്രായം ആയല്ലോ. പറ്റിയ ഒരാളെ കിട്ടട്ടെ, അപ്പൊ നോക്കിക്കളയാം. പറ്റിയ ആളെന്ന് പറയുമ്പോ എന്താ തന്റെ സ്വപ്നത്തിലെ ഭാര്യ സങ്കല്പം? ഒന്ന് പറഞ്ഞേ, വെറുതെ ഒന്ന് കേക്കട്ടെ. അങ്ങനെ വലിയ വലിയ സങ്കല്പങ്ങളൊന്നുമില്ല. അതാ നല്ലത്. ബാക്കി പറ. കാണാൻ ആവേശത്തിന് ഭംഗി, എന്നെ നല്ലതുപോലെ സ്നേഹിക്കണം, എന്നെ മനസ്സിലാക്കണം, എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാ എന്നെ പരിചരിക്കണം, സൽസ്വഭാവിയായിരിക്കണം, വഴക്കിനൊന്നും വരരുത്, എന്റെ കാര്യങ്ങളെല്ലാം നോക്കണം. ഹലോ, മതി. ഞാനൊരു കാര്യം പറഞ്ഞ വിഷമമൊന്നും തോന്നരുത്. തനിക്കൊരിക്കലും പെണ്ണ് കിട്ടാൻ പോകുന്നില്ല. ഇയാളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വന്നു കയറിയ പെണ്ണെന്താ ഇയാളുടെ അടിമയോ? ഇയാളുടെ കാര്യങ്ങൾ നോക്കാൻ ഇയാൾക്ക് പറ്റില്ലേ? തന്റെ കാര്യം പോലും തനിക്ക് നോക്കാൻ പറ്റില്ലെങ്കിലേ കെട്ടാതിരിക്കുന്നതാ നല്ലത്. തന്നെ പോലൊരു സർട്ടിഫൈഡ് ആയ ഒരു മൊണ്ണയ്ക്ക് സൽസ്വഭാവിയായ ഒരു പെണ്ണ് ഇപ്പൊ കിട്ടും. പിടിച്ചിരുന്നു. ഇയാളല്ലേ പറഞ്ഞത് സങ്കല്പങ്ങളൊക്കെ പറയാൻ? സങ്കല്പം പറയാൻ പറഞ്ഞ വിവരക്കേടാണോ പറയുന്നേ? ആശുപത്രിയിൽ കിടക്കുമ്പോ നോക്കണം പോലും. ഇങ്ങനെയാണെങ്കി താൻ അവളുടെ കിഡ്നി വരെ ചോദിക്കുമല്ലോ. ഇവള് വെറുതെ പറയുന്നതാ മോനെ. മോന് ആഗ്രഹിച്ച പോലത്തെ പെണ്ണിനെ കിട്ടും. അങ്ങനെ ഒരാളെ കിട്ടാൻ ചന്ദ്രാമ്മ പ്രാർത്ഥിക്കാം. മോൻ വാ, ഭക്ഷണം കഴിക്കാം. കല്യാണം കഴിപ്പേ നടക്കൂല, അതുകൊണ്ട് ഭക്ഷണമെങ്കിലും പോയി കഴിക്കും. ചിന്നു മിണ്ടാതിരിക്കെ. മോൻ വാ. അമ്മേ, അമ്മേ, അച്ഛനോ? ഹലോ അച്ഛാ. മോളെ, ആ മഹി എനിക്ക് എന്റെ ഫോൺ ശരിയാക്കി തന്നു. എന്നോട് പറഞ്ഞു. അച്ഛന്റെ കോളിന് വേണ്ടി കാത്തിരിക്കായിരുന്നു ഞങ്ങള്. അവിടെ എങ്ങനെയുണ്ട് അച്ഛാ? ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം മോളെ. അച്ഛൻ ഇവിടെ സുരക്ഷിതമായിട്ടുണ്ടെന്ന് പറയാനാ വിളിച്ചത്. മഹിക്ക് വേറെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല. ഓ, ഇതുപോലെ തന്നെ അങ്ങ് പോട്ടെ അച്ഛാ. എല്ലാരോടും എല്ലാം പറയാനൊന്നും പോണ്ട. ദേവി കടാക്ഷം കൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും നമ്മളൊക്കെ സുരക്ഷിതമായിട്ടുണ്ടല്ലോ, അത് മതി. എല്ലാം ശരിയാവാൻ പോവാ അച്ഛാ. അതിന്റെ സൂചനകളാ ഇതൊക്കെ. അതെ മോളെ, അച്ഛനും അങ്ങനെ തന്നെയാ തോന്നുന്നത്. അമ്മ എവിടെ മോളെ? ഇവിടെ ഉണ്ട്. അമ്മയോട് ധൈര്യമായിട്ടിരിക്കാൻ പറയണം. എല്ലാം പെട്ടെന്ന് ശരിയാക്കാം നമുക്ക്. ഇവിടുന്ന് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി സുഖമായി ജീവിക്കാം നമുക്ക്. അല്ല, നിങ്ങളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, കഴിക്കണം. എന്നാ മോള് പോയി കഴിക്കേ. സമയം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ വിളിക്കാം. ശരി അച്ഛാ. ഫാം ഹൗസിലേക്ക് ഒരു ദിവസം വരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വരാൻ പറ്റിയ മോള് വാ. വെക്കട്ടെ മോളെ. അച്ഛൻ സേഫ് ആണെന്ന് പറയാൻ വിളിച്ചതാ. അങ്ങനെ ആശ്വാസപ്പെടാൻ വരട്ടമ്മേ. ഇനിയാ കൂടുതൽ അപകടം. രണ്ടിടത്താണെങ്കിലും ഇപ്പൊ നമ്മൾ 3 പേരും ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ടാ ജീവിക്കുന്നേ.
സത്യങ്ങൾ ഇവിടെ എല്ലാരും അറിഞ്ഞ നേരത്തെ എന്നെ അമ്മയെ മാത്രമേ അത് ബാധിക്കുമായിരുന്നുള്ളൂ. ഇനി അങ്ങനെയല്ല, അത് അച്ഛനെ കൂടെ ബാധിക്കും. അച്ഛനെ ടെൻഷനാക്കണ്ടെന്ന് കരുതിയാ ഞാനത് പറയാതിരുന്നത്. ഏതായാലും അലച്ചിലില്ലാതെ താമസിക്കാൻ ഒരിടമായല്ലോ, അത് മതി. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. കഥവും തുറന്നിട്ടിട്ട് ഇവളിതെവിടെ പോയി? നീ എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കായിരുന്നത്? അങ്ങനെ എടുക്കാതിരിക്കാൻ ഞാൻ തന്ന സമയം തീർന്നിട്ടില്ലല്ലോ. ആ സമയം തീർന്നു കഴിയുമ്പോൾ പിന്നെ ഫോൺ എടുക്കാൻ നീ ഉണ്ടാവില്ല. നരേന്ദ്രേട്ടാ, ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. അതാ കോൾ അറ്റൻഡ് ചെയ്യാൻ ഞാൻ. ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ, നീ കോൾ എടുത്തില്ലെങ്കിലും നമ്മൾ തമ്മിൽ സംസാരിക്കുമെന്ന്. അത് മനസ്സിലാക്കി തരാനാ ഈ ചേട്ടൻ ഇവിടെ വന്നിരുന്നത്. എന്താ ഞാൻ പറഞ്ഞ കാര്യം? നീ അന്വേഷിച്ചോ? അന്വേഷിച്ചു. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലും അച്ഛനില്ല. ചേടാ, ഇയാളെന്താ മായാവിയോ? ആരുടെയും കണ്ണിപ്പെടുന്നില്ലല്ലോ. ആ, അതൊക്കെ നിങ്ങളുടെ കുടുംബകാര്യം. എന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കയ്യില് മണിമാല കിട്ടണം. അത് നീ കൊണ്ടുവന്ന് തരിക വേണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അച്ഛനെ കണ്ടുപിടിച്ച് അത് എത്തിക്കാം. നീ മിടുക്കിയാണെന്നൊക്കെ എനിക്കറിയാം. ആ മിടുക്ക് നീ കാണിക്കേണ്ടത് എന്നെ സഹായിച്ച, അല്ലാതെ ആ മിടുക്കിന്റെ പുറത്ത് എന്നെ അങ്ങ് തേച്ചൊട്ടിക്കാവുന്ന നീ കരുതുന്നെങ്കിൽ അത് ദേ ഈ ഇരിക്കുന്ന ഫോട്ടോയിലിടാൻ ഒരു മാല വാങ്ങിച്ചു വെച്ചതിന് ശേഷമായിരിക്കണം. എത്രയും വേഗം നീ നിന്റെ തന്തയെ കണ്ടുപിടിച്ച് മണിമാല വാങ്ങണം. അതല്ല, ഞാനാണ് ആ പരട്ടക്കളവനെ കണ്ടുപിടിക്കുന്നെങ്കിൽ നിനക്ക് പിന്നെ അച്ഛാ എന്ന് നീട്ടി വിളിക്കാൻ അയാൾ ഉണ്ടാവില്ല. ഒരു ചെറിയ മൺകുടത്തിലാക്കി കയ്യിൽ തരും ഞാൻ. അതുകൊണ്ട് പറഞ്ഞ സമയത്ത് ഞാൻ പറയുന്നിടത്ത് നീ മാലയായിട്ട് വരണം.